New Hope TV, your encounter with God. ഇന്നത്തെ വിഷയം എങ്ങനെ തുടങ്ങേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷേ ദൈവം എന്നോട് പറഞ്ഞതുപോലെ ഞാൻ ചെയ്യാൻ പോവുക. നമുക്കറിയാം ഹബാക്കുക്കിൻ്റെ പുസ്തകത്തിൽ 2-ാമത്തെ അധ്യായം 2-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നത്, റൈറ്റ് ദ വിഷൻ ആൻഡ് മേക്ക് ഇറ്റ് പ്ലെയിൻ ഓൺ ടാബ്ലറ്റ്സ് ദാറ്റ് ഹീ മേ റൺ ഹൂ റീഡ്സ് ഇറ്റ്. ഇത് പെട്ടെന്ന് വായിക്കുക. ഹബാക്കുക്ക് 2:2. നീ ദർശനം എഴുതുക, ഓടിച്ചു വായിപ്പാൻ തക്കവണ്ണം അത് പലകയിൽ തെളിവായി വരയ്ക്കുക. ദർശനത്തിന് ഒരു അവധി വച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. മതി. ഞാനിത് പറയാൻ പോകുന്നത് ഇന്നലെ ഞാൻ അനുവിനോട് പറഞ്ഞ, പക്ഷേ അനുവിനോട് മുഴുവൻ പറഞ്ഞില്ല. ഇന്നലെ രാവിലെ ഞാൻ എഴുന്നേറ്റപ്പോൾ എനിക്കൊരു സ്വപ്നമുണ്ടായിരുന്നു. സ്വപ്നം ചുരുക്കത്തിൽ പറഞ്ഞ് ഇത്രയേ ഉള്ളൂ. ഞങ്ങൾ എവിടെയോ ശുശ്രൂഷ ചെയ്യുകയാണ്. എവിടെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ബട്ട് ഇറ്റ് ലുക്സ് മോർ ലൈക്ക് സംവെയർ ഇൻ ബോംബെ. ഒരു ചെറിയൊരു ഹാളിൽ ശുശ്രൂഷ ചെയ്യുകയാണ്. കുറച്ച് പേരേ ഉള്ളൂ. അപ്പോൾ അവിടെ വചനമൊക്കെ കൊടുത്തു. അത് വളരെ തീക്ഷ്ണതയോടെ കേൾക്കുന്ന ഒരു ജനമുണ്ടായിരുന്നു. പെട്ടെന്ന് ഒരു വലിയൊരു സമൂഹം, ഒരു ആൾക്കൂട്ടം ആ ഹാളിലേക്ക് വന്നു. അപ്പോൾ ഐ വാസ് സോ ഹാപ്പി, സന്തോഷമായിരുന്നു. ഇത്രയും കൂടി ആൾക്കാർ വചനം കേൾക്കാൻ വന്നല്ലോ എന്ന് വിചാരിച്ച്. കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്പോൾ എനിക്ക് പുറത്തോട്ട് നോക്കിയപ്പോൾ നല്ല മഴയാണ്. അപ്പോൾ ആൾക്കാർ ഹാളിലേക്ക് വന്ന് വചനം കേൾക്കാനായിട്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ മഴ നിന്നു. ഈ വന്ന ആൾക്കാരൊക്കെ പുറത്തോട്ട് പോയി. മഴ നിന്നു, എല്ലാവരും പുറത്തോട്ട് പോയി. പിന്നെ കുറച്ച് അവശേഷിച്ച കുറച്ച് പേരുണ്ടായിരുന്നു. അവരുമായിട്ട് വചനം പങ്കുവയ്ക്കുകയായിരുന്നു. അപ്പോൾ ഇങ്ങനെ വചനം, ഞാൻ ബൈബിളൊന്നും കൊണ്ടുപോയിട്ടില്ല, ഞങ്ങൾ വേറെ എന്തോ ആവശ്യത്തിന് പോയതാണ്. അപ്പോൾ പങ്കുചെയ്തപ്പം എനിക്ക് യോഹന്നാൻ്റെ ലേഖനം 1 John 3:2 ദൈവത്തിന് വലിയൊരു വാഗ്ദാനമുണ്ട്. ഇപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ് എന്നുള്ളൊരു വചനം അവരെ വായിച്ച് കേൾപ്പിക്കാനായിട്ട് ഒരു വലിയൊരു ആശയമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും ബൈബിളുണ്ടോ? അപ്പോൾ ബൈബിൾ പലതരത്തിലും, പല സൈസിലും പല നിറത്തിലുമുള്ള ബൈബിൾസ് തന്നു. പക്ഷെ അതിനകത്ത് നോക്കിയിട്ട് ഒന്നും ദൈവത്തിൻ്റെ വചനം കാണുന്നില്ല. ആ ബൈബിൾ എനിക്കവരത് നിരാശയായി. കാരണം നമുക്കറിയാം എവിടെ നോക്കണ്ടേ. അവിടെ നോക്കുമ്പോൾ അതൊന്നുമില്ല. അവിടെ അപ്പുറത്ത് നോക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനമൊന്നും ആ ബൈബിളിലില്ല. പിന്നെ ഒടുക്കം ഒരു സ്ഥലത്ത് 1 John 3:2 എന്ന് കണ്ടു. അവിടെ നോക്കിയപ്പം ഞാൻ പറയുകയാണ്, വിവാഹം കഴിഞ്ഞ് ഹണിമൂണിന് പോകേണ്ട ഒരു ഡെസ്റ്റിനേഷനെ കുറിച്ചുള്ളൊരു അഡ്വർടൈസ്മെൻറ്റാണ്. അയുദ്ധി വിവാഹം കഴിഞ്ഞ് ഹണിമൂണിന് പോകേണ്ട ഒരു പാക്കേജിനെ കുറിച്ചുള്ള അഡ്വർടൈസ്മെൻ്റ് ജോൺ 1:3-2 അവിടെ ഇരിക്കുന്നത്. ആ ബൈബിളിനകത്ത് ദൈവത്തിൻ്റെ വചനമേ ഇല്ല, എല്ലാം അഡ്വർടൈസ്മെൻറ്റ്സാണ് ബൈബിളിനകത്ത്. അത് കണ്ടപ്പോൾ എനിക്ക് വളരെ പെട്ടെന്ന് വലിയൊരു അസ്വസ്ഥത വരികയും അങ്ങനെ എഴുന്നേൽക്കുകയും ചെയ്തു. ഞാനത് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ആ സംഭവം മുഴുവൻ. ഇന്ന് അപ്പം അത് ഒരു കാര്യം, ഞാൻ എല്ലാ ദിവസവും ഒരു റെഗുലറായിട്ടാണ് വചനം വായിക്കുന്നത്. അപ്പോൾ ഇന്നലെ എടുത്തത് വചനം ലൂക്കയുടെ സുവിശേഷം 12-ാമത്തെ അധ്യായത്തിൽ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് പങ്കുവയ്ക്കുന്നത്. ലൂക്കയുടെ സുവിശേഷം 17-ാമത്തെ അധ്യായം 26 വായിക്കുക സിസ്റ്ററെ. 26-27. അതായത് ഇന്നലെ ഞാൻ വായിക്കേണ്ട ആ പോർഷൻ ഓഫ് ദ സ്ക്രിപ്ചറിലെയാണ്. കറക്റ്റായിട്ട് ആ സമയത്ത് തന്നെ വന്നു വായിക്കാം. ലൂക്ക 17, 26, 27. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രൻ്റെ നാളിലും ഉണ്ടാകും. നോഹ പെട്ടകത്തിൽ കടന്ന നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ജലപ്രളയം വന്നു, അവരെ എല്ലാവരെയും മൂടിക്കളഞ്ഞു. ആമേൻ. നോവയുടെ കാലത്ത് നടന്ന കാര്യം തന്നെയാണ് ഇന്ന് നടക്കുന്നത്. അവർക്ക് യേശുവിനെ കുറിച്ചോ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുവാനായിട്ട് സമയമില്ല. അവരുടെ ബൈബിളിൽ എന്താണ് ഉള്ളതെന്ന്. അപ്പോഴേ ഞാൻ പെട്ടെന്ന് വിചാരിച്ച പാസ്റ്റർ രാജേഷ് പറഞ്ഞത്, നിങ്ങൾ സഭയിലേക്ക് വരുമ്പോൾ നിങ്ങൾ ബൈബിൾ കൊണ്ടുവരണം. നിങ്ങളുടെ ഐഫോണിലോ അല്ലെങ്കിൽ മറ്റേതിലുള്ള ബൈബിൾ അല്ല കൊണ്ടുവരേണ്ടത്. കാരണം ഈ ഐഫോണിനകത്ത് ബൈബിൾ ഉണ്ടായിരിക്കും, അതിൻ്റെ കൂടെ തന്നെ അഡ്വർടൈസ്മെൻറ്റ്സും കാണും, അതിൻ്റെ കൂടെ തന്നെ ആവശ്യമില്ലാത്ത പല പടങ്ങളും മറ്റതും മറിച്ചതുമൊക്കെ കാണും. ഐ വാസ് ജസ്റ്റ് തിങ്കിങ്, ഇതാണ് വചനം വ്യക്തമായിട്ട് പാസ്റ്റർ എല്ലാവരും ഓർക്കുന്നുണ്ടല്ലോ അല്ലേ പാസ്റ്റർ പറഞ്ഞത്. നിങ്ങൾ ദൈവത്തിൻ്റെ സഭയിൽ വരുമ്പോൾ ദൈവത്തിൻ്റെ വചനം മാത്രം കൊണ്ടുവരണം, അല്ലാതെ വചനം ഉൾക്കൊള്ളുന്ന വേറെ കാര്യങ്ങളല്ല കൊണ്ടുവരേണ്ടത്. കാരണം എന്താണ്, മനുഷ്യൻ്റെ ജീവിതം മുഴുവൻ അങ്ങനെ ഇറ്റ് ഈസ് കറപ്റ്റഡ്.
കറപ്റ്റഡ് ബൈ ദ വേൾഡ്. അതുകൊണ്ട് ഇന്ന് നമ്മൾ മനസ്സിലാക്കണം, ഇന്ന് സഭയ്ക്ക് വേണ്ട ഇതാണ്. ഒരു ക്രിസ്ത്യാനി അല്ലെ ഒരു വിശ്വാസി അല്ല ഇന്ന സഭയിൽ പോകുന്ന വ്യക്തി എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. നമ്മൾ ഈ നോയുടെ കാലത്തും ഐ എം ഷുവർ അന്നും അവർ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതൊക്കെ ഉണ്ടായിരിക്കാം, ഐ ഡോണ്ട് നോ. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, ഇന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയോ അങ്ങനെയല്ല, നമ്മൾ ദൈവമായിട്ടൊരു ബന്ധം പുലർത്തണം. ആ ബന്ധം പുലർത്തിയാൽ മാത്രമേ യോഹന്നാന്റെ സുവിശേഷം 17-ാമത്തെ അധ്യായം 3-ാമത്തെ വചനത്തിൽ പറയുന്ന പോലെ നിത്യജീവൻ എന്നത് ഏകസത്യ ദൈവത്തെയും അവൻ അയച്ച യേശു ക്രിസ്തുവിനെയും അറിയുക ആണ് നിത്യജീവൻ. അപ്പോൾ എനിക്ക് നിങ്ങൾക്കും ആ ജീവൻ്റെ ഉറവിടമാകുന്ന യേശുവായിട്ട് ഒരു ബന്ധമില്ലെങ്കിൽ ഞാൻ വെറുതെ ഇവിടെ ജീവിക്കുക എന്ന് മാത്രം, ഒരു മൃഗത്തിനെ പോലെ ജീവിക്കുക, നിത്യജീവന് ഒരു അർഹതയുമില്ലാതെ. നിത്യതയുണ്ട്, പക്ഷെ അത് യേശുവിൻ്റെ കൂടെ അല്ല, പിശാചിൻ്റെ കൂടെ ആയിരിക്കും ചെലവഴിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് മനസ്സിലാക്കണം, സഭയ്ക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഇതാണ്. നമ്മൾ ഉൽപ്പത്തി പുസ്തകം 6-ാമത്തെ അധ്യായം കാരണം നമ്മൾക്കറിയാം ഇവിടെ എന്താ ചെയ്തത്. അവർ ആ വചനം പറയുകയാണ്, അവർ തിന്നു കുടിക്കും, അതിന് വല്ല കുഴപ്പമുണ്ടോ? തിന്നും കുടിക്കുന്നതിനുള്ള കുഴപ്പമുണ്ടോ? ഇല്ല. കല്യാണം കഴിക്കുന്നതിനുള്ള കുഴപ്പമുണ്ടോ? ദൈവം പറയുന്നത് മനുഷ്യൻ ഏകനാകുന്നത് നല്ലതല്ല അല്ലേ? അവരൊരു സഹായം ഞാൻ കൊടുക്കും. കല്യാണം കഴിച്ചു ഇരിക്കുകയാണ്. അങ്ങനെ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പലപ്പോഴും അത് പാപമല്ല ചെയ്യുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, പാപമാകുന്നത് എപ്പോഴാണ്? ദൈവത്തിന് കൊടുക്കേണ്ട അംഗീകാരം കൊടുക്കാതെ നമ്മൾ മറ്റു കാര്യങ്ങളിൽ ഇടപെട്ടിട്ട് പൂർണ്ണ സമയവും അതിനു വേണ്ടി ചെലവഴിക്കുമ്പോഴാണ് പാപമാകുന്നത്. ദൈവത്തിന് കൊടുക്കേണ്ടത് ദൈവത്തിന് കൊടുക്കണം അല്ലേ? അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ വചനം. പിന്നെ ലൂക്കായുടെ സുവിശേഷം 14-ാമത്തെ അധ്യായം 18 മുതൽ 20 വായിക്കാമോ? ലൂക്ക 14, 18 മുതൽ 20. അവിടെയും മനുഷ്യൻ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്, പക്ഷെ ദൈവത്തെ നിഷേധിച്ചിട്ടാണ് അത് ചെയ്യുന്നത്. വായിച്ചേ, ലൂക്ക 14, 18 മുതൽ 20 വരെ. എല്ലാവരും ഒരുപോലെ ഒഴികഴിവ് പറഞ്ഞു തുടങ്ങി. ഒഴിവ്, ദൈവവുമായിട്ടൊരു ബന്ധം പുലർത്താൻ അല്ലെ ദൈവത്തിൻ്റെ ശരണം സ്വീകരിക്കാതിരിക്കാനായിട്ട് ഒഴിവുകളുണ്ട്. ഇന്ന് പല ഒഴിവുകളുമുണ്ട്. ഇപ്പം എന്ത് കാര്യം ചെയ്യുവാൻ നമുക്ക് ഒഴിവുകൾ. അത് എക്സ്പേർട്സ്, എക്സ്ക്യൂസസ് ഉണ്ടാക്കാനായിട്ട് എക്സ്പേർട്സാണ്. വായിച്ചേ, ഒന്നാമത്തവൻ അവനോട്, ഞാനൊരു നിലം കൊണ്ടതിനാൽ അത് ചെന്ന് കാണേണ്ടുന്ന ആവശ്യമുണ്ട്. നിലം വാങ്ങിയതിനുള്ള കുഴപ്പമുണ്ടോ? മനുഷ്യൻ അവൻ്റെ വയർപ്പ് കൊണ്ട് വേണം അപ്പം ഭക്ഷിക്കാനെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ എന്നോട് ക്ഷമിച്ചു കൊള്ളണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. മറ്റൊരുത്തൻ, ഞാൻ 5 കാളയെ കൊണ്ടിട്ടുണ്ട്, അവയെ ശോധന ചെയ്യുവാൻ പോകുന്നു. നമ്മൾ വാങ്ങിക്കണ്ടേ? നിലം ഉഴുതണമെന്നുണ്ടെങ്കിൽ കാള വേണ്ടേ? ഇപ്പം കാള വാങ്ങിക്കുന്നതിന് മുമ്പ് വല്ല പൊട്ടനാണോ? കാള നല്ലതാണോ നോക്കണ്ടേ? വെറുതെ കിട്ടുന്നതാണോ? പൈസ കൊടുക്കുന്നതല്ലേ? അപ്പം അതിനെ നോക്കാൻ പോയി എന്ന് പറഞ്ഞു. വേറൊരുത്തൻ, ഞാനിപ്പോൾ വിവാഹം കഴിച്ചിരിക്കുന്നു, വരുവാൻ കഴിയില്ല എന്ന് പറഞ്ഞു. വിവാഹം കഴിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ ദൈവത്തിൻ്റെ ഹിതം തന്നെയാണ്, വിവാഹം കഴിക്കണം, അതുകൊണ്ട് വരാൻ പറ്റുകയില്ല. അപ്പോൾ ഇങ്ങനത്തെ ന്യായീകരണങ്ങളാണ്. എങ്ങനെയാണ്? ഇപ്പം ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ, ഞാൻ ആരെയും കുറ്റം പറയുകയല്ല, ഇന്നിപ്പോൾ ഇവിടെ വരാൻ പറ്റാത്തതിന് ന്യായങ്ങളുണ്ട്. ഹലോ, അവരുടേതായ ന്യായീകരണമുണ്ട്. ചിലപ്പോൾ ചുമയായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ആയിക്കോട്ടെ. ഓരോ വ്യക്തിക്കും ന്യായീകരണമുണ്ട്. അത് ആ വ്യക്തി തന്നെയാണ് ദൈവവുമായിട്ട് പറഞ്ഞ് തീർക്കേണ്ടത്. ഒരു വ്യക്തിക്കും വേറെ വ്യക്തിയെ വിധിക്കാനുള്ള അവകാശമില്ല. ഐ വിത്ത് മീ? ഒരു വ്യക്തിക്കും വേറെ വ്യക്തിയെ വിധിക്കാൻ അവകാശമില്ല. പക്ഷെ വിധിക്കുന്ന ഒരു ദൈവമുണ്ട്, ഹൃദയം മനസ്സിലാക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തോടാണ് നമ്മൾ കണക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അങ്ങനെ നമ്മൾ ദൈവവുമായിട്ടൊരു ബന്ധം പുലർത്തണമെന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ആ യേശു എനിക്ക് വേണ്ടി ചെയ്തത് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രയോറിറ്റി വിൽ ബി ഓൾവേസ് ജീസസ്. യേശു കഴിഞ്ഞിട്ട് അല്ലാതെ വേറെ ഒന്നുമില്ല. യേശുവിനെ മാത്രം, ഹീസ് ഫസ്റ്റ് പ്രയോറിറ്റി. അതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകം 6-ാമത്തെ അധ്യായം 5-ാമത്തെ വായന വായിക്കാമോ? അവിടെ ദൈവം നോയയുടെ കാലത്തെക്കുറിച്ച് പറയുകയാണ്. ഉൽപ്പത്തി പുസ്തകം 6:5. ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വലിയതെന്നും അവൻ്റെ ഹൃദയ വിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതത്രേ എന്നും യഹോവ കണ്ടു. ആമേൻ. ആ കണ്ടത് ഇന്നും യഹോവ കാണുകയാണ്. മനുഷ്യൻ യഥാർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ അവൻ്റെ ദുഷ്ടത കൂടിക്കൂടിയേ വരുന്നുള്ളൂ. ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്, ദിസ് ഇസ് എ പെവേഴ്സ്, വക്രത ഉള്ള ഒരു ജനമാണ്, പെവേഴ്സ് ജനറേഷൻ. ആ പെവേഴ്സിറ്റി ഈസ് ഓൺലി ഇൻക്രീസിങ്, സിൻ ഈസ് ഓൺലി മൾട്ടിപ്ലൈയിങ്. ഐ വിത്ത് മീ? അപ്പോൾ അന്ന് അവർ ചെയ്ത കുറ്റങ്ങൾ അതിനെക്കുറിച്ച് യഹോവ കണ്ട് മടുത്ത് അവരുടെ അൺഗോഡ്ലിനെസ് കണ്ടിട്ട്, അവരുടെ വിക്കഡ്നെസ് കണ്ടിട്ട് അവരെ മുഴുവൻ നശിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് യഹോവ ശരിക്കും യഥാർത്ഥത്തിൽ ഇറങ്ങി വന്നാൽ യഹോവയ്ക്ക് പിന്നെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല, നാശം തന്നെ സംഭവിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, ഐസപ്രവചന പുസ്തകം 22-ാമത്തെ അധ്യായം 12-13 വചനങ്ങളിൽ അവിടെയും പറയുന്നുണ്ട് മനുഷ്യൻ്റെ ആറ്റിറ്റ്യൂഡ് എന്താണെന്നുള്ളത്.
ഇന്ന് പല വ്യക്തികൾക്കും അവർക്ക് നിത്യതയെക്കുറിച്ച് ഗ്രഹിച്ചിട്ടില്ല. മരിച്ചിട്ടുണ്ടെങ്കിൽ എവിടെയാണ് പോകേണ്ടതെന്ന് അല്ല പോകുന്നത് പോലെ അറിഞ്ഞുകൂടാ. അവനെ തന്നെ സുഖിപ്പിക്കാനായിട്ട് പറയും നരകം എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. ഹലോ, നരകം എന്നൊക്കെ പറയും നമ്മളെ പേടിപ്പിക്കാൻ പറയുന്നതാണ്. അയ്യുന്നേ അവന് ഒരു ഇത് കഴിഞ്ഞിട്ടുള്ള എന്താ സംഭവിക്കുക എന്ന് പോലും അറിഞ്ഞുകൂടാ. അപ്പോൾ എന്താണ്, അങ്ങനെ നരകമില്ല സ്വർഗവുമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് അവൻ ഇച്ചിരി ബുദ്ധിമാനാണ്, ഇവിടെ അടിച്ചു പൊളിച്ച് ജീവിക്കും അല്ലേ? ഹലോ, അങ്ങനെ നരകമില്ല സ്വർഗവുമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തി ഈ ലോകത്തിൽ ഇച്ചിരി ബുദ്ധിമാനാണെങ്കിൽ അവൻ അടിച്ചു പൊളിച്ച് ജീവിക്കുകയുള്ളൂ. പക്ഷേ ദൈവത്തിൻ്റെ വചനം അങ്ങനെയുള്ളവർക്ക് വെച്ചിരിക്കുന്നു. വാക്യം ഐസപ്രവാചകന്റെ പുസ്തകം 22-ാമത്തെ അധ്യായം 12-13 വചനങ്ങൾ. പണ്ടേ അത് നിരൂപിച്ചവനെ ഓർത്തതുമില്ല. അന്ന് സൈന്യങ്ങളുടെ യഹോവയായ കർത്താവ് കരച്ചിലിനും വിലാപത്തിനും മൊട്ടയടിക്കുന്നതിനും രട്ടുടുക്കുന്നതിനും വിളിച്ചപ്പോൾ ആനന്ദവും യഹോവ ആ ദൈവത്തിൻ്റെ ജനത്തോട് നിങ്ങൾ എന്നിൽ നിന്ന് പാപം ചെയ്ത് അകന്നു പോയിരിക്കുകയാണ്, അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് സിസ്റ്റർ ഒന്നും കൂടെ വായിച്ചേ. 4 കാര്യം പറയുന്നുണ്ട്. അന്ന് സൈന്യങ്ങളുടെ യഹോവയായ കർത്താവ് കരച്ചിലിനും വിലാപത്തിനും മൊട്ടയടിക്കുന്നതിനും എന്ന് പറഞ്ഞാൽ മോർണിംഗ് മൊട്ടയടിക്കുന്നതിനും രട്ടുടുക്കുന്നതിനും ഫോർ ബീങ് ഗേർഡഡ് വിത്ത് ആഷ് ക്ലോത്ത്സ്, ഒരു ചാക്ക് തുണി ഇട്ടിട്ട്, ദാറ്റ് ഇസ് റിപ്പൻറ്റിങ്. അതിന് വേണ്ടിയാണ് അങ്ങനെ എന്നിലേക്ക് ജനം തിരികെ വരിക എന്ന് പറഞ്ഞ് അത് ചെയ്യുന്നതിന് പകരം എന്താണ് ജനം ചെയ്തത്? വിളിച്ചപ്പോൾ ആനന്ദവും സന്തോഷവും കാള അറുക്കുക. അവർ കാളയുടെ പുറകെ പോവുക. നമുക്കിന്ന് ഉല്ലസിക്കാം. കാളയെ ഓടിച്ചിട്ട് കൊല്ലുക. എന്തിനാണ്? അവിടെ വലിയൊരു ഫീസ്റ്റ് ഉണ്ടാക്കാൻ, ഉല്ലസിക്കാനും. ബാക്കി ആടറക്കുക, ഇറച്ചി തിന്നുക, വീഞ്ഞു കുടിക്കുക, നാം തിന്നുക കുടിക്കുക, നാളെ മരിക്കുമല്ലോ എന്നിങ്ങനെ ആയിരുന്നു. ആമേൻ. അതാ പറഞ്ഞത്. അവന് നിത്യതയെ കുറിച്ച് ഒന്നും ഗ്രഹിക്കാൻ പറ്റുന്നില്ല. ദൈവം നിങ്ങൾ പശ്ചാത്തപിച്ച് മനസ്സ് മാറി നിങ്ങൾ തിരികെ എന്നിലേക്ക് വരിക എന്ന് പറയുന്നതിന് പകരം അവർ കാളയും ആടിനെ ഓടിച്ചിട്ട് കൊന്ന് കള്ളു കുടിച്ച് സുഖിക്കാനായിട്ട് പോവുക. കാരണം എന്താണ്? അവർക്ക് നിത്യതയെക്കുറിച്ച് അറിയാത്തതുകൊണ്ട് നമുക്ക് ഇന്ന് തിന്ന് കുടിച്ച് നാളെ മരിക്കാം. നാളെ എന്താ പട്ടിയും പൂച്ചയും പശുവിനെ പോലെയൊക്കെ മരിച്ച് അങ്ങ് ഇല്ലാതാകാം. അവർക്ക് അറിഞ്ഞുകൂടാ അവരാരാണെന്ന്. അവർക്ക് അറിഞ്ഞുകൂടാ അവരുടെ നിത്യതയെക്കുറിച്ച്. സഹോദര, ഞാനൊരു കാര്യം പറയാം. നിങ്ങൾക്ക് ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ദൈവം യേശു ക്രിസ്തു വരുമ്പോൾ യേശു ക്രിസ്തുവിനോട് കൂടെ ചേർന്നവർ മാത്രമേ സ്വർഗത്തിലേക്ക് പോവുകയുള്ളൂ. ബാക്കി എല്ലാവരും നിത്യത പിശാചിൻ്റെ കൂടെ നരകത്തിലായിരിക്കും. ഒരു നിത്യജീവനുണ്ട്. നിത്യജീവൻ എന്ന് പറയുന്നത് അവിടെയുള്ളതല്ല, ഇറ്റേണൽ ലൈഫുണ്ട്. ഇറ്റേണൽ എന്ന് പറയുന്നത് ഇസ് ദ ലെങ്ത് ഓഫ് ടൈം. Eternal life you could either spend with Jesus or you could spend with the devil. മനസ്സിലാക്കണം, നിൻ്റെ നിത്യത നിൻ്റെ കയ്യിലായിരിക്കുന്നത്. അതാ ദൈവത്തിൻ്റെ വചനം പറയുന്ന നിയമാർത്ഥനത്തിൽ നീ ജീവൻ തിരഞ്ഞെടുക്കണം. മരണവും ജീവനും നിൻ്റെ മുമ്പേ വെച്ചിരിക്കുകയാണ്. നീ ജീവൻ തിരഞ്ഞെടുക്കണം. അപ്പോൾ അങ്ങനെ ഒരു അൺഗോഡ്ലി, ഇംഗ്ലീഷിൽ പറയുന്നത് the Lord saw that the wickedness, that the ungodliness, wicked എന്ന് പറഞ്ഞാൽ ungodliness of man was great in the earth and that every intent എന്ന് പറഞ്ഞാൽ purpose, അവൻ്റെ ഉദ്ദേശങ്ങളെല്ലാം എന്തായിരുന്നു? അവൻ്റെ ചിന്തകളൊക്കെ എല്ലാം ദൈവത്തിൽ നിന്ന് അകന്ന് ദൈവത്തുമായുള്ള മല്ലിട്ട് ശത്രുതയിൽ ജീവിക്കുവാൻ വേണ്ടിയായിരുന്നു. പക്ഷെ നോവ എന്ന് പറയുന്നത് വേറൊരു വ്യക്തി ഉണ്ടായിരുന്നു. ആ നോവയുടെ സ്വഭാവം എന്താണ്? 9-ാമത്തെ വചനം വായിച്ചേ. ജെനസിസ് 6:9. നോഹയുടെ വംശപാരമ്പര്യം എന്തെന്നാൽ നോഹ നീതിമാനും തൻ്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു. ആമേൻ. നോയയുടെ ജീനിയോളജി, അവൻ്റെ ജീൻസിലുള്ളതായിരുന്നു. എന്താണ്? That he was a just man, perfect in his generation, and Noah walked with God. ദൈവത്തോടു കൂടി നടന്നു. ആ നടന്നതുകൊണ്ട് 8-ാമത്തെ വചനം വായിച്ചേ. യഹോവ അരുളി ചെയ്തു, എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. ആമേൻ. ദൈവത്തിൻ്റെ കൃപ നോയയിലുണ്ടായിരുന്നു. നോവ ദൈവത്തെ സ്നേഹിച്ചു, ദൈവത്തോടു കൂടി നടന്നു. അതുകൊണ്ട് ഉൽപ്പത്തി പുസ്തകം 7-ാമത്തെ അധ്യായം 23-ാമത്തെ വചനത്തിൽ നമുക്കറിയാം. ആ അധ്യായമൊക്കെ വായിക്കുമ്പോൾ എങ്ങനെയാണ് ദൈവത്തിൻ്റെ ആ മടുത്ത് ദൈവം നല്ലത് ഏറ്റവും നല്ലതെന്നൊക്കെ പറഞ്ഞ് സൃഷ്ടിച്ചതിനെല്ലാം നശിപ്പിക്കുവാനായിട്ട് ദൈവം തീരുമാനിച്ചു. ജെനസിസ് ഉൽപ്പത്തി പുസ്തകം 7:23 വായിച്ചു. ഭൂമിയിൽ മനുഷ്യനും മൃഗങ്ങളും ഇഴജാതിയും ആകാശത്തിലെ പറവകളുമായി ഭൂമിയിലുണ്ടായിരുന്ന സകല ജീവജാലങ്ങളും നശിച്ചുപോയി.
utterly destroyed. So he destroyed all living things which were on the face of the ground, both man and cattle, creeping things and birds of the air. They were destroyed from the earth. Only Noah and those who were with him in the ark remained alive. അത് വായിച്ചില്ല, അതുകൂടെ വായിച്ചേ. നോഹയും അവനോടുകൂടെ പെട്ടകത്തിലുണ്ടായിരുന്നവരും മാത്രം ശേഷിച്ചു. ആമേൻ. അപ്പോൾ നോവയുടെ കൂടെ ഉണ്ടായിരുന്നവർ മാത്രമേ അവശേഷിച്ചുള്ളൂ, ബാക്കി എല്ലാവരും നശിച്ചു പോയി. സഹോദര, നമ്മൾ മനസ്സിലാക്കേണ്ട വലിയ സത്യം ഇതാണ്. ആ ദൈവത്തിൻ്റെ ക്രോധത്തിൻ്റെ കീഴിൽ വന്ന ദൈവം പറയുന്നുണ്ട്, ഗോഡ് ഇസ് എ കൺസ്യൂമിങ് ഫയർ. ദൈവം ഒരു ഉടമ്പടി തന്നിട്ടുണ്ട്, ഇനി ലോകത്തെ വെള്ളം കൊണ്ട് നശിപ്പിക്കുകയില്ല. പക്ഷേ ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്, ഇനി അഗ്നി കൊണ്ടാണ് നശിപ്പിക്കാൻ പോകുന്നത്. ഹി ഈസ് എ കൺസ്യൂമിങ് ഫയർ എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്. ഉൽപ്പത്തി 7:7 ഒന്ന് വായിച്ചേ. നോഹയും പുത്രന്മാരും അവൻ്റെ ഭാര്യയും പുത്രന്മാരുടെ ഭാര്യമാരും ജലപ്രളയ നിമിത്തം പെട്ടകത്തിൽ പെട്ടകത്തിലേക്ക് കടന്നു. They got into the ark. അങ്ങനെ അവർ രക്ഷപ്പെട്ടു. ഇന്ന് നോയയുടെ പെട്ടകം അന്വേഷിച്ച് നമ്മൾ പോകണോ? വേണ്ട. നമുക്ക് അതിന് പകരം വേറെ ഒരു വലിയ പെട്ടകമുണ്ട്. ആ പെട്ടകം ആരാ? എന്താണ്? യേശുവാണ്. ഹല്ലേലൂയ. യേശു ആകുന്ന ആ പെട്ടകത്തിലേക്ക് നമ്മൾ കയറിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് രക്ഷയുണ്ട്. അതാണ് പറയുന്നത് ഇൻ ജീസസ് എന്ന് പറയുന്നത്. ഇൻ ജീസസ്. അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് തെസ്സലോനിക്കാരുടെ ലേഖനം 1 തെസ്സലോനിയൻസ് 4:16 വായിക്കാം. 1 തെസ്സലോനിയൻസ് 4:16. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. ആമേൻ. Those who have died in Christ. യേശു ആകുന്ന പെട്ടകത്തിൻ്റെ ഉള്ളിലായിട്ട് മരിച്ചവർ യേശു വരുമ്പോൾ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അടുത്ത വചനം വായിച്ചേ. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ആമേൻ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സാധാരണഗതിയിൽ നമ്മൾ കാര്യം വായിക്കുമ്പോൾ യു മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ഇൻ ദ റിയൽ കോണ്ടെക്സ്റ്റ്. മരിച്ചവർ യേശു ക്രിസ്തുവിലായിരിക്കുന്നവർ മാത്രമേ എടുക്കപ്പെടുകയുള്ളൂ എങ്കിൽ ജീവിച്ചിരിക്കുന്നവരും യേശു ക്രിസ്തുവിലായിരിക്കുന്നവർ മാത്രമേ എടുക്കപ്പെടുകയുള്ളൂ. അതിന് വേറെ വ്യാഖ്യാനം ഒന്നും ആവശ്യമില്ല. അയ്യുദ്ധി. കാരണം യേശു ക്രിസ്തുവിൽ ആയിരിക്കുക ആണ് അതിൻ്റെ ക്വാളിഫിക്കേഷൻ, യോഗ്യത. ഞാൻ മരിച്ചേക്കാം, യേശു വരുമ്പോൾ ഒന്നെങ്കിൽ ഞാൻ മരിച്ചു കാണും, അല്ലെങ്കിൽ ഞാൻ മരിച്ചിട്ടില്ലായിരിക്കും. പക്ഷേ എൻ്റെ യേശു ക്രിസ്തുവിനോട് കൂടി അവൻ്റെ മണവാട്ടിയായിട്ട് എടുക്കപ്പെടുന്നതിൻ്റെ യോഗ്യത ഞാൻ യേശു ക്രിസ്തുവിലായിരുന്നു. എപ്പോൾ? ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ. ഒന്നെങ്കിൽ മരിച്ചവരാണെങ്കിൽ അവർ ജീവിച്ചിരുന്നപ്പോൾ, അല്ല ജീവിച്ചിരിക്കുന്നവരാണെങ്കിൽ ജീവിച്ചിരിക്കുന്ന സമയം മുഴുവൻ. ഞാൻ യേശു ക്രിസ്തുവിലാണ്. യേശു ക്രിസ്തുവിലാകുന്നത് എന്താണ്? ആ പെട്ടകത്തിലാണ്. പെട്ടകത്തിലായിരുന്നവർ മാത്രമേ ആ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുള്ളൂ, നാശത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുള്ളൂ. ഇന്ന് സഹോദര നീ ഏത് എന്നാ പറയുന്നത് മതത്തിലായതല്ല, നീ എന്തുമാത്രം ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെട്ടു ഒന്നുമല്ല. നീ യേശു ക്രിസ്തുവിൽ ആണോ ഇല്ലയോ, അത് മാത്രമാണ് നിൻ്റെ നിത്യജീവൻ്റെ യോഗ്യത. ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം. പല വ്യക്തികളും വിചാരിക്കുന്നത് ഞാൻ കുറേ സമൂഹത്തിൽ കുറേ പ്രവൃത്തി നല്ല കാര്യങ്ങൾ ചെയ്തു, അല്ലെങ്കിൽ ഞാൻ എൻ്റെ പള്ളിക്ക് വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്തു. ഇതൊന്നുമല്ല. പള്ളി എന്ന് പറയുന്ന ഒരു പെട്ടകമായിട്ട് കണക്കാക്കിക്കോ. പള്ളി പണിയാനായിട്ട് നോവയുടെ ആ പെട്ടകം പണിയാനായിട്ട് ആയിരക്കണക്കിന് ആൾക്കാർ ചിലപ്പോൾ സഹായിച്ചു കാണും. അവരൊന്നും രക്ഷപ്പെട്ടില്ല. കാരണം രക്ഷപ്പെടുന്നതിൻ്റെ ക്വാളിഫിക്കേഷൻ നീ ആ പെട്ടകം പണിയാനായിട്ട് കൂടിയോ, അല്ലെങ്കിൽ നോവയ്ക്ക് പെട്ടകം പണിയാനായിട്ട് നീ സാമ്പത്തികമായി സഹായിച്ചോ, ഒന്നുമല്ല. വിഷയം നീ യേശു ക്രിസ്തുവിലാണോ ഇല്ലയോ എന്ന് മാത്രമാണ്. അപ്പോൾ നീ എത്ര വലിയ സമൂഹത്തിലെ പ്രവർത്തകനാണോ, അല്ലെങ്കിൽ സഭയ്ക്ക് വേണ്ടി നീ എന്തൊക്കെ ചെയ്തെന്നുള്ളോ, അതൊന്നും ദൈവം കണക്കാക്കുന്നില്ല. ദൈവം വരുമ്പോൾ, യേശു വരുമ്പോൾ നീ യേശു ക്രിസ്തുവിലായിരുന്നുവോ എന്ന് മാത്രമാണ് നിൻ്റെ യോഗ്യത അവൻ്റെ കൂടെ പോകുവാനായിട്ട്. ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം. ഒരിക്കലും കബളിക്കപ്പെടരുത്. ഹല്ലേലൂയ. അതുകൊണ്ട് ലൂക്കയുടെ സുവിശേഷം 17-ാമത്തെ അധ്യായം 7 മുതൽ 10 വരെ വായിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് വായിക്കാം. പക്ഷെ 10-ാമത്തെ വചനം വായിച്ചാൽ മതി. ലൂക്ക 17:10. നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഈ ലോകത്തിൽ സൃഷ്ടിക്കപ്പെട്ടത് ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി മാത്രമാണ്. നമ്മുടെ പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലല്ല. നമ്മൾ ദൈവത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ വേണ്ടിയാണ് ദൈവം എന്നെയും നിങ്ങളെയും വിളിച്ചിരിക്കുന്നത്. ലൂക്ക 17:10.
അവണ്ണം നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും ചെയ്ത ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാർ, ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ എന്നും നിങ്ങളും പറയുവിൻ. ആമേൻ. അപ്പോൾ മനസ്സിലാക്കണം, നമ്മൾ ദൈവത്തിൻ്റെ ദാസന്മാരാണ്. ദൈവം എന്നിൽ നിന്ന് ആവശ്യപ്പെട്ടത് കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. അതാണ് എൻ്റെ ദൗത്യം. കാരണം എൻ്റെ ദൗത്യം ഞാൻ അങ്ങനെ അത് ചെയ്യുമ്പോൾ നമുക്കറിയാം, നമുക്ക് ദൈവത്തിന് ആ മഹത്വം കൊടുക്കുന്നത്. കാരണം നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷം 17-ാമത്തെ അധ്യായം 4-ാമത്തെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, യേശു ക്രിസ്തു പിതാവിന് മഹത്വം കൊടുത്തത് യേശുവിനെ ഏൽപ്പിച്ച പ്രവൃത്തി പൂർത്തീകരിച്ചപ്പോഴാണ്. അതുപോലെ തന്നെ എനിക്ക് നിങ്ങൾക്കും പിതാവിന് മഹത്വം കൊടുക്കാൻ പറ്റുന്നത് ദൈവം എന്നെയും നിങ്ങളെയും ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം പൂർത്തീകരിക്കുമ്പോഴാണ്. വായിച്ചേ, ജോൺ 17:4. ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി, നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു. ഇപ്പോൾ പിതാവേ, ലോകമുണ്ടാവും മുമ്പേ മതി. അപ്പോൾ മനസ്സിലാക്കണം, നീ എന്നെ ഏൽപ്പിച്ച പ്രവൃത്തി ഞാൻ പൂർത്തീകരിച്ചു, അങ്ങനെ ഞാൻ നിനക്ക് മഹത്വം കൊടുത്തു. കാരണം നമ്മൾ മനസ്സിലാക്കണം, ദൈവം എന്നെ നിങ്ങളെ സൃഷ്ടിച്ച് ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട്. ആരൊക്കെ വിശ്വസിക്കുന്നത് വളരെ വ്യക്തമായിട്ട് വചനത്തിൽ പറയുന്നുണ്ട്. ഐസയ പ്രവാചകന്റെ പുസ്തകം 43-ാമത്തെ അധ്യായം 7-ാമത്തെ വചനം വായിക്കോ. ഐസയ 43:7. എൻ്റെ നാമത്തിൽ വിളിച്ചും എൻ്റെ മഹത്വത്തിനായി സൃഷ്ടിച്ചും നിർമ്മിച്ചും ഉണ്ടാക്കിയും ഇരിക്കുന്ന ഏവരെയും കൊണ്ടുവരിക എന്ന് ഞാൻ കൽപ്പിക്കും. എൻ്റെ നാമത്തിലും എൻ്റെ മഹത്വത്തിനും വേണ്ടിയാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചത്. അപ്പോൾ മനസ്സിലാക്കണം, ആ മഹത്വം ഞാൻ യഥാർത്ഥത്തിൽ പൂർത്തീകരിച്ച് കൊടുക്കുന്ന എപ്പോഴാണ് ദൈവം എന്നെ ഏൽപ്പിച്ചിരുന്ന പ്രവൃത്തി ചെയ്യുക. എന്നെ ഏൽപ്പിച്ചിരുന്ന പ്രവൃത്തി എന്താണ്? ഏത് സ്കൂൾ പണിയാനാ? ഏത് പള്ളി പണിയാനാ? ദൈവം എന്നെ ഏൽപ്പിച്ചിരുന്ന പ്രവൃത്തി യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം 29-ാമത്തെ വചനം പറയുന്നുണ്ട്, ദൈവം എന്നെ ഏൽപ്പിച്ച പ്രവൃത്തി എന്നാണ്. അങ്ങനെ ഞാൻ ആ പ്രവൃത്തി പൂർത്തീകരിക്കുമ്പോഴാണ് പിതാവിന് മഹത്വം കൊടുക്കുന്നത്. വായിച്ചു ജോൺ 6:29. യേശു അവരോട്, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി അവൻ അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുന്നതത്രേ. അവൻ അയച്ചവനിൽ ഞാൻ വിശ്വസിക്കുമ്പോഴാണ് ദൈവത്തിന് മഹത്വം കൊടുക്കുക. വളരെ വ്യക്തമായിട്ട് യോഹന്നാന്റെ സുവിശേഷം 11-ാമത്തെ അധ്യായം 40-ാമത്തെ വചനം യേശു പറയുന്നുണ്ട്, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, നിങ്ങളൊന്ന് വിശ്വസിച്ചാൽ മാത്രം മതി ദൈവത്തിന് മഹത്വം കാണുമെന്ന്. ഹല്ലേലൂയ. ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം. എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നത് ദൈവത്തിൻ്റെ വചനം വിശ്വസിക്കുമ്പോഴാണ്. അപ്പോഴാണ് ദൈവത്തിൻ്റെ മഹത്വം ഞാൻ കൊടുക്കുന്നതും. അപ്പോൾ വേറൊരു കാര്യമുണ്ട്, ദൈവത്തിൻ്റെ മഹത്വം എന്നിലും വെളിപ്പെടും. ഈ സത്യം നമ്മൾ മനസ്സിലാക്കുന്നില്ല പലപ്പോഴും. ഞാൻ ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ഞാൻ ജീവിക്കുമ്പോൾ ഞാൻ ദൈവത്തിന് മഹത്വം കൊടുക്കുകയാണ്. അതൊന്ന്. വിശ്വസിക്കുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വം എന്നിലും വെളിപ്പെടും. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഹലോ, പ്ലീസ് റിസീവ് ഇറ്റ് ഇൻ യുവർ സ്പിരിറ്റ്. ഞാൻ ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്, നീ വിശ്വസിച്ചതനുസരിച്ച് നിനക്ക് സംഭവിക്കട്ടെ. ഓക്കെ, ഒരു ഉദാഹരണം എടുത്തു. ഒരു രോഗമാണെന്ന് വിചാരിച്ചു. എനിക്ക് രോഗശാന്തി ദൈവം എനിക്ക് തരുമെന്ന് ഞാൻ വിശ്വസിക്കുമ്പോൾ ഞാൻ ദൈവത്തിന് മഹത്വം കൊടുക്കുക. എനിക്ക് രോഗശാന്തി കിട്ടുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുക. ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം. ഇറ്റ് ഈസ് ബോത്ത് ആർ ദേർ. ഞാൻ വിശ്വസിക്കുമ്പോൾ ദൈവത്തിന് മഹത്വം കൊടുക്കുക. ആ മഹത്വം വെളിപ്പെടുന്നത് എനിക്ക് ദൈവത്തിൻ്റെ മഹത്വം എന്നിൽ വെളിപ്പെടും ആ വിശ്വാസം വഴി. പറഞ്ഞ് മനസ്സിലായോ? ഐ ഡോണ്ട് നോ വെദർ ഇറ്റ്സ് ഗോഡ് ഇൻടു യുവർ ഹാർട്ട്. പറഞ്ഞ് മനസ്സിലായില്ലേ? ഹല്ലേലൂയ. അല്ല, യേശു പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, നിങ്ങളൊന്ന് വിശ്വസിച്ചാൽ മതി ദൈവത്തിൻ്റെ മഹത്വം കാണും. എന്താണ്? ലാസറസ് ഉയർത്തെഴുന്നേൽക്കും. അത് വിത്ത് മീ. അപ്പം ഞാൻ വിശ്വസിക്കുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വം കൊടുക്കുക. ആ മഹത്വം എന്നിൽ വെളിപ്പെടും. ഹല്ലേലൂയ. അതുകൊണ്ട് ഹെബ്രായർക്കുള്ള ലേഖനം 11-ാമത്തെ അധ്യായം 7-ാമത്തെ വചനം വായിക്കാം. അവിടെ പറയുന്നുണ്ട്, ബൈ ഫെയ്ത്ത് നോവ ബീങ് ഡിവൈൻലി വാൺഡ് ഓഫ് ദ തിങ്സ് നോട്ട് യെറ്റ് സീൻ, moved with godly fear, prepared an ark for the saving of his household, by which he condemned the world and became heir of the righteousness which is according to faith. ഹെബ്രായർക്കുള്ള ലേഖനം 11:7. വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെക്കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി പൂണ്ട് തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് ഒരു പെട്ടകം തീർത്തു. അതിനാൽ അവൻ ലോകത്തെ കുറ്റം വിധിച്ച് വിശ്വാസത്താലുള്ള നീതിക്ക് അവകാശിയായി തീർന്നു. ആമേൻ. അപ്പോൾ അവിടെ മനസ്സിലാക്കണം, അവിടെ ബൈ ഫെയ്ത്ത് നോവ ബീങ് ഡിവൈൻലി വാൺഡ് ഓഫ് ദ തിങ്സ് നോട്ട് യെറ്റ് സീൻ, മൂവ്ഡ് വിത്ത് ഗോഡ്ലി ഫിയർ. അപ്പോൾ മനസ്സിലാക്കണം, ആ ദൈവത്തിൻ്റെ ഒരു ഭയമുണ്ടായിരുന്നത് കൊണ്ട് അവന് യേശു പറഞ്ഞത് ഇതുവരെ കണ്ടിട്ടും കേട്ടിട്ടുമില്ലാത്ത കാര്യത്തിൽ അവൻ വിശ്വസിച്ചു. എന്താണെന്ന് വെച്ചാൽ മഴ പെയ്യുമെന്ന്. അതുവരെ ലോകത്തിൽ മഴ പെയ്തിട്ടില്ല.
അങ്ങനെ എനിക്ക് നിങ്ങൾക്കും ഒരു വിശ്വാസം വരണമെന്നുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ ഈ താക്കീതുകൾ അല്ലെങ്കിൽ വാർണിങ്സ് നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഒരു ദൈവഭയം വേണം. ഐ വിത്ത് മീ? ആ ദൈവഭയമില്ലെങ്കിൽ നിനക്ക് ജ്ഞാനമില്ല. ദൈവത്തിൻ്റെ വചനം പ്രോവേർബ്സ് 9-ാമത്തെ അധ്യായം 10-ാമത്തെ വചനം, അത് 10-ാമത്തെ 9 വായിച്ചേ. പ്രോവേർബ്സ്, the fear of the Lord is the beginning of wisdom, and a knowledge of him is understanding. 9:10 Proverbs. യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭവും പരിശുദ്ധനെ കുറിച്ചുള്ള പരിജ്ഞാനം വിവേകവും വിവേകവുമാണ്. അപ്പോൾ മനസ്സിലാക്കണം, ആ നോയയ്ക്ക് ദൈവത്തിന് ഒരു ഭയഭക്തി ഉണ്ടായിരുന്നു. ആ ഭയഭക്തിയുടെ അടിസ്ഥാനത്തിൽ അവനൊരു വിവേകം കിട്ടി, പരിജ്ഞാനം കിട്ടി. എന്താണ്? ഇതുവരെ കണ്ടിട്ടും കേട്ടിട്ടില്ലാത്തൊരു കാര്യം സംഭവിക്കുമെന്ന് പറഞ്ഞ് അത് വിശ്വസിക്കാൻ, അതനുസരിച്ച് പ്രവർത്തിക്കാൻ, അതനുസരിച്ച് അവന് രക്ഷപ്പെടാനും. ഇന്ന് നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ വചനം നമ്മൾ വിശ്വസിക്കണം. അവൻ രണ്ടാമത് വരുമെന്ന് ആരൊക്കെ വിശ്വസിക്കുന്നുണ്ട്? ആമേൻ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരുങ്ങണം സഹോദരാ, രണ്ടാമത്തെ വരവിന് ഒരുങ്ങണം.